ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വിഷ്. ടു വിഷ് എന്ന വെർബിൻ്റെ ഉപയോഗം. ഒരുപാട് സ്റ്റുഡൻസിന് കൺഫ്യൂസിങ് ആണ് ഇത്. നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കും എന്ന് നോക്കാം. 2 സെൻറ്റൻസ് ഞാൻ പറയാം. ഐ വിഷ് ഐ വേർ റിച്ച്. ഐ വിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വേർ റിച്ച്, ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ. വേറൊരു സെൻറ്റൻസ്, ഹി വിഷസ് ഹി വേർ ടോളർ. ടോളർ എന്നാൽ ടോൾ എന്നാൽ ഉയരമുള്ളത്, ടോളർ കുറച്ചുകൂടി ഉയരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഹി വിഷസ് ഹി വേർ ടോളർ. 2 സെൻറ്റൻസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേർ ആണ് യൂസ് ചെയ്തത്. ഐ വേർ ഹി വേർ എന്നാണ് യൂസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? ഐ വാസ് എന്നല്ലേ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹി വാസ് എന്നല്ലേ യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇതെല്ലാം ഈ 2 സെൻറ്റൻസും സബ്ജക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ്. അതായത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഇമാജിനറി സിറ്റുവേഷൻ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സാങ്കല്പികമായ സിറ്റുവേഷൻ. നമ്മൾ സങ്കല്പിക്കുന്നതാണ്, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ വിഷ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒട്ടും നടക്കാത്ത കാര്യങ്ങൾക്ക്. അതുപോലെ ഇപ്പോൾ യാഥാർത്ഥ്യം അതല്ല, മാത്രമല്ല അത് നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സമയത്താണ്, അങ്ങനെയുള്ള സെൻറ്റൻസുകൾക്കാണ് നമ്മൾ വിഷ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇമാജിനറി സിറ്റുവേഷൻസ് എന്ന്. ഇത്തരം സെൻറ്റൻസുകളൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ വേറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് ഏതാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഐ വേർ, യു വേർ, ഹി വേർ, ഷീ വേർ, വി വേർ, ദേ വേർ, അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേറൊരു സെൻറ്റൻസ്, ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ. ഇവിടെയും ആഗ്രഹിക്കുകയാണ്, മഴ പെയ്തിരുന്നെങ്കിൽ എന്ന്. ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ. അപ്പോൾ അവിടെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വിൽ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ്. റെയിൻ എന്ന വേർഡ് അവിടെ വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം റെയിൻ എന്നത് നമുക്ക് വേർബായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നൗണായിട്ടും യൂസ് ചെയ്യാം. വേറൊരു സെൻറ്റൻസ്, അലക്സ് വിഷസ് ജോൺ വുഡ് ബി പ്രസിഡൻറ്റ്. അലക്സ് വിഷ് ചെയ്യണം ജോൺ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ എന്ന്. അതായത് ആകാൻ ഒരാഗ്രഹമുണ്ട്, പക്ഷെ അത് ആകില്ല എന്ന് വളരെ ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ വുഡ് ബി ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഓർമ്മ വയ്ക്കേണ്ട കാര്യം, വിഷ് ഉപയോഗിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ യാഥാർത്ഥ്യം അതല്ല. ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ് കാൺ ബി ട്രൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വിഷ് എന്ന ഒരു വേർഡ് ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിഷ് പ്ലസ് 1 ടെൻസ് ബാക്ക്. സബ്ജക്റ്റ് ഉപയോഗിക്കാം, അത് കഴിഞ്ഞ് വിഷ് ഉപയോഗിക്കാം, പിന്നെ ഒരു ടെൻസ് ബാക്കിൽ. അതെന്താണ് ഈ ഒരു ടെൻസ് ബാക്ക് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ യാഥാർത്ഥ്യം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ വിഷ് ചെയ്യുന്നത് പാസ്റ്റിനെ പറ്റിയാണ്, വിഷ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഒരു ടെൻസ് ബാക്ക്, ഇത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഒരു ടെൻസ് ബാക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അത് നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു സെൻറ്റൻസ്, ഐ ആം നോട്ട് റിച്ച്, ഐ വിഷ് ഐ വേർ റിച്ച്. ഇവിടെ യാഥാർത്ഥ്യം എന്താ? ഐ ആം നോട്ട് റിച്ച്, ഞാൻ റിച്ച് അല്ല, ഞാൻ പണക്കാരി അല്ല. അതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും അങ്ങനെ ആകാനും സാധ്യതയില്ല. അപ്പോൾ വിഷ് ചെയ്യണം, ഐ വേർ റിച്ച്. നോക്കൂ, റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത് ഒരു പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഐ വിഷ് ഐ വേർ റിച്ച്, വേർ എന്നാണ് യൂസ് ചെയ്തത്. ആം എന്നതാണ് റിയൽ സിറ്റുവേഷനിൽ, അത് പ്രസൻറ്റ് ടെൻസ് ആണ്, നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഐ വേർ റിച്ച്. ഇനി പാസ്റ്റിലെ കാര്യമാണ്, ഐ വാസ് നോട്ട് റിച്ച്. പാസ്റ്റിൽ, അതായത് ഭൂതകാലത്തിൽ ഞാൻ റിച്ച് ആയിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതാണ് ശരിയായ കാര്യം. ഞാൻ റിച്ച് ആയിരുന്നില്ല. അപ്പോൾ റിയൽ സിറ്റുവേഷനിൽ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിഷ് ഉപയോഗിക്കുമ്പോൾ ഐ വാസ് നോട്ട് റിച്ച്, ഐ വിഷ് ഐ ഹാഡ് ബീൻ റിച്ച്.
അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. കാരണം റിയൽ സിറ്റുവേഷൻ ഐ വാസ് നോട്ട് റിച്ച് എന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഒരു ടെൻസ് ബാക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ വിഷ് ഐ ഹാഡ് ബീൻ റിച്ച്. ഇനി വേറൊരു എക്സാമ്പിൾ. ഐ ഡിഡിൻ സ്റ്റഡി ഹാർഡ് ഇൻ ഹൈസ്കൂൾ. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചില്ല, നന്നായിട്ട് പഠിച്ചില്ല. അത് ഒരു ഫാക്റ്റാണ്, അതൊരു ട്രൂത്താണ്, അതാണ് റിയലായിട്ട് സംഭവിച്ചത്. ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. അപ്പോൾ വിഷ് വന്നപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് സ്റ്റഡീഡ് എന്ന് ഉപയോഗിച്ചു. അതേസമയം റിയൽ സിറ്റുവേഷനിൽ ഡിഡിൻ സ്റ്റഡി ഹാർഡ് എന്നാണ്. ഡിഡിൻറ്റ് അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ വിഷ് എന്ന് വന്നപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. വേറൊരു സെൻറ്റൻസ്. ഇറ്റ് വിൽ ബി ഡ്രൈ ടുമാറോ. ഇറ്റ് വിൽ ബി ഡ്രൈ ടുമാറോ. ഐ വിഷ് ഇറ്റ് വുഡ് ബി റെയിനി. ഇറ്റ് വുഡ് ബി റെയിനി ടുമാറോ. ഇവിടെ ശ്രദ്ധിക്കൂ, മഴ പെയ്യില്ല എന്ന് വളരെ ഉറപ്പായിട്ടറിയാം. അപ്പോൾ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ മഴ പെയ്യില്ല. കാരണം വളരെ സമ്മർ സീസണാണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റാണ്, സണി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വിഷ് ഇറ്റ് വുഡ് ബി റെയിനി ടുമാറോ. ഇറ്റ് വുഡ് ബി റെയിനി. റെയിനി എന്നത് അവിടെ അഡ്ജക്റ്റീവാണ്. റെയിനി ഡേ ആവണമെന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം. ഐ വിഷ് ഇറ്റ് വുഡ് ബി റെയിനി ടുമാറോ. അപ്പോൾ ഇങ്ങനെയാണ് വിഷ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ വിഷ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു കാര്യം, വിഷ് ഉപയോഗിക്കുന്നത് ഒരിക്കലും റിയൽ അല്ലാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും ട്രൂ അല്ലാത്ത ഒരു കാര്യമാണ്. റിയൽ സിറ്റുവേഷൻ വളരെ ഡിഫറൻ്റാണ്. നമ്മൾ അത് ഇമാജിൻ ചെയ്യുന്നതാണ്, സങ്കല്പിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യം, നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് വിഷ് ഉപയോഗിക്കുന്നത്. അതാണ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിഷ് ഉപയോഗിക്കുമ്പോൾ ഒരു ടെൻസ് ബാക്കിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം പറഞ്ഞല്ലോ, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് വിഷ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് ടെൻസിലാണ് റിയൽ സിറ്റുവേഷൻ എങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വിഷ് പ്ലസ് വൺ ടെൻസ് ബാക്ക്. പിന്നെ ഓർക്കേണ്ട വേറൊരു കാര്യം, വാസ് അല്ല ഉപയോഗിക്കേണ്ടത്, വേർ ആണ്. ഐ വേർ, ഹി വേർ എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. വിഷ് എന്നതിൻ്റെ ഉപയോഗം അഡ്വാൻസ് ലെവൽ ടെസ്റ്റുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ വാസ് അല്ലെങ്കിൽ വേർ ആണോ ഉപയോഗിക്കേണ്ടത് എന്നതിനെ ബേസ് ചെയ്തിട്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വേർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ അല്ലേ?